നമസ്കാരം, എല്ലാവർക്കും കാർഡ്സ് ഓഫ് ഷിതിയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളെ ദുഃഖത്തിന്റെ തീരാകയത്തിലേക്ക്, വേദനയിലേക്ക് തള്ളിവിട്ട വ്യക്തികളുണ്ടല്ലോ, അതായത് നിങ്ങളുടെ ഈ ഒരു അവസ്ഥയ്ക്ക്, നിങ്ങളുടെ വേദനയ്ക്ക് കാരണമായിട്ടുള്ള ആ വ്യക്തിയോ വ്യക്തികളോ ഇപ്പോൾ എന്ത് കർമ്മയാണ് അനുഭവിക്കുന്നത്, യൂണിവേഴ്സ് അവർക്ക് ഇപ്പോൾ എന്താക്കിയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇതാണ്. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നത് ഡെത്ത് കാർഡാണ്. ഡെത്ത് കാർഡിലൂടെ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാൻ പറ്റുന്നത് അവരുടെ ഒരു ലൈഫിലെ ആ ഒരു മതിച്ചു നടന്നിരുന്ന ആ ഒരു കാലഘട്ടം, അവരുടെ ജീവിതത്തിലെ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരെ ചതിച്ചും, നിങ്ങളെയൊക്കെ ചതിച്ചും വേദനിപ്പിച്ചും ഒക്കെ എന്തോ ഒരു എല്ലാം അവരുടെ കൈകളിലാണെന്ന് വിശ്വസിച്ചിരുന്ന വ്യക്തികളാണ് അവരാണ് ഈ എല്ലാവരുടെയും തലയിലെഴുത്തൊക്കെ നിയന്ത്രിക്കാൻ ശേഷിയുള്ളവരാണെന്നുള്ള ഒരു അഹങ്കാരം, അല്ലെങ്കിൽ വളരെ ബുദ്ധിയുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള കഴിവുണ്ടെന്നൊക്കെയുള്ള അഹങ്കാരത്തോടുകൂടെയും മതിച്ച് നടന്നിരുന്ന ആ വ്യക്തിക്ക് ഇപ്പോൾ ആ വ്യക്തിയുടെ ആ എല്ലാ പ്രഭാവവും, ആ ഒരു ഉണ്ടാക്കിയെടുത്ത, മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത എല്ലാ പ്രഭാവവും നഷ്ടപ്പെട്ട് അത് നശിച്ചു പോയിരിക്കുന്നു. അത് അവർക്ക് ഒരു ഡെത്ത് സംഭവിച്ചിരിക്കുന്നു. അവരുടെ ആ എല്ലാ നെഗറ്റീവായിട്ടുള്ള ആ ചെയ്തിരുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു അവസാനം സംഭവിച്ചിരിക്കുന്നു. അവര് അതപ്പതിച്ചിരിക്കുന്നു എന്നാണ് ഡെത്ത് കാർഡ് കൊണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ വ്യക്തിയോ ഈ വ്യക്തികളോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പേര് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികൾ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഉണ്ടായിരിക്കും നിങ്ങളുടെ ശത്രുവായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മിത്രഭാവത്തിൽ നിന്നിട്ട് നിങ്ങളെ ഒരുപാട് ദ്രോഹിച്ചിരുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി ഒരു മിസ്റ്റീരിയസ് പേഴ്സൺ ആണ്. അവരെ ഒരിക്കലും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ മുൻപിൽ നിന്നിട്ട് വളരെ നന്നായിട്ട് നുണകളൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ ഒരു നല്ല രീതിയിൽ പറഞ്ഞു പറ്റിക്കുന്ന, മുന്നിൽ നിന്ന് പറഞ്ഞു പറ്റിക്കുകയും പിന്നിലൂടെ നിങ്ങൾക്ക് പണി തരികയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരിക്കാം അത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളായിരിക്കാം, ശത്രുഭാവത്തിൽ തന്നെ എന്നിട്ട് നിങ്ങൾ ദ്രോഹിക്കുന്ന വ്യക്തികളെയും കാണാൻ സാധിക്കുന്നുണ്ട്. പല രീതിയിൽ നിങ്ങൾ ഓരോരുത്തരും പറ്റിക്കപ്പെട്ടിട്ട് അല്ലെങ്കിൽ വേദനിക്കപ്പെട്ടിട്ടൊക്കെ ഉള്ളതായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്വീൻ ഓഫ് വാൺസും ദ ഡെവിളും ഒക്കെ പറയുന്നത് അത് തന്നെയാണ്. ഡെവിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ജീവിതം നല്ല സന്തോഷത്തിൽ പോയിരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വേദന അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ തടയാനായിട്ടുള്ള സാഹചര്യം വന്നിട്ടുള്ളത് ഈ വ്യക്തി, നിങ്ങൾക്ക് ചില വ്യക്തികളുടെ ദൃഷ്ടിദോഷമോ അല്ലെങ്കിൽ ഡെവിൾ ആയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടോത്രം, ആഭിചാരമൊക്കെ ചെയ്തിട്ടാണ് നിങ്ങളുടെ ജീവിതം, കൂടുതൽ പേരുടെയും ജീവിതം ഈ വ്യക്തികളെ തകർത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ആയാലും നിങ്ങളുടെ ജീവിതം തകർക്കാൻ കാരണമായിട്ടുള്ളത് ചിലരുടെ ദൃഷ്ടിദോഷമുണ്ട്. എന്നാൽ കുറെ പേർക്ക് ഈ ആഭിചാര പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് അവരുടെ ജീവിതത്തിൽ ഈ ജീവിതം വേദനയും ഈ വിഷമങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്, ജീവിതത്തിൽ ഈ തകർച്ച നേരിടേണ്ടി വന്നിട്ടുള്ളത് ഈ ഒരു ആഭിചാര പ്രവൃത്തി കൊണ്ടാണ്. ആ ആഭിചാര പ്രവൃത്തി ഇപ്പോൾ ആ ചെയ്ത വ്യക്തിയിലേക്ക് തന്നെ തിരിച്ച് യൂണിവേഴ്സ് അയക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ദ ഡെവിൾ കാർഡ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ജസ്റ്റിസ് ആണ്. അതായത് നീതിയുടെ കാർഡാണ്, തുല്യനീതിയുടെ കാർഡാണ്. നിങ്ങൾക്ക് എന്താണോ അവർ നിങ്ങൾക്കെതിരെ ചെയ്തിട്ടുള്ളത് അതെല്ലാം യൂണിവേഴ്സ് തിരിച്ചവർക്ക് അതുപോലെ അതിനിരട്ടിയായിട്ട് ഭംഗിയായിട്ട് കൊടുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഭംഗിയായിട്ട് യൂണിവേഴ്സ് കൊടുത്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തിയാൽ മാത്രം മതി. അവരോട് ചോദ്യം ചെയ്യാനൊന്നും നിൽക്കണ്ട. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അനുഭവിച്ച വേദനകളെല്ലാം നിങ്ങളെ ഹീൽ ചെയ്ത് മുന്നോട്ട് പോവുക. അവരിപ്പോൾ എല്ലാവരോടും യാചിക്കേണ്ട ഒരവസ്ഥയിലാണ്. 6 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് അവർ പണത്തിനായാലും സ്നേഹത്തിനായാലും അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും യാചിക്കേണ്ട ഒരവസ്ഥയിലൂടെ അവരിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ അടുത്ത് തന്നെ അവർക്കത് സംഭവിക്കാൻ പോകുന്നു. ഈ ജസ്റ്റിസ്, യൂണിവേഴ്സിൻ്റെ ഈ ജസ്റ്റിസും ജഡ്ജ്മെൻറ്റും നമ്മൾക്ക് കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവരാരൊക്കെ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഏതൊക്കെ രീതിയിൽ അവർ ബ്ലാക്ക് മാജിക് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡെവിളയൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്കോ മറ്റുള്ളവർക്കൊക്കെ ദ്രോഹങ്ങൾ എത്രത്തോളം ചെയ്തിട്ടുണ്ടോ അതിനെല്ലാം യൂണിവേഴ്സ് തിരിച്ചടിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ അവർ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നുകിൽ അവരിപ്പോൾ യാചിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവരോട്, സ്നേഹത്തിനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഭക്ഷണത്തിനായിരിക്കാം. എന്ത് കാര്യമായാലും അവർ മറ്റുള്ളവരോട് യാചിച്ച് മേടിക്കേണ്ട ഒരു അവസ്ഥയിലൂടെ അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ അവരടുത്ത് തന്നെ ആ ഒരു ലെവലിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്. ഒരു മൂവ് ഓൺ ചെയ്ത് പോവുകയാണ്. അതായത് 6 ഓഫ് സോഡ്സ് ആണ്. 6 ഓഫ് സോഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മൂവ് ഓൺ ചെയ്തിട്ട് ഈ ജീവിതത്തിൽ നിന്നിട്ട് അവർ പലായനം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അവരെ വേറൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ വേറൊരു തുരുത്തിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ അതിയായി ആഗ്രഹിച്ച് ഈ ഒരു ഇപ്പോഴുള്ള ഒരു അവസ്ഥയിൽ നിന്നിട്ടോ അല്ലെങ്കിൽ ഇനി അവർക്ക് ഒരു ജീവിതത്തിലെ ഈ ഒരു ജസ്റ്റിസ്, യൂണിവേഴ്സിൻ്റെ ആ ജഡ്ജ്മെൻറ്റ് അവർക്ക് വരുമ്പോൾ അവരതിൽ നിന്നിട്ട് മൂവ് ഓൺ ചെയ്ത്
പോകാനായിട്ട് ആഗ്രഹിക്കും. അതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് റിസ്ക് എടുക്കും. പേജ് ഓഫ് സോർട്സ് അതാണ് പറയുന്നത്. അവർ ഒരുപാട് റിസ്ക് എടുക്കും ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നിട്ടൊക്കെ ഒളിച്ചോടാൻ വേണ്ടിയിട്ട്. അവർ ചെയ്തു വെച്ചിരിക്കുന്ന ആ കർമ്മ പക്ഷേ അവരെ വളരെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ദ ടവർ കാർഡാണ് അടുത്തത് നമുക്ക് വന്നിരിക്കുന്നത്. അവരെന്തൊക്കെ ചെയ്തു വെച്ചിട്ട് എത്രയൊക്കെ മണിമാളികയുടെ മുകളിൽ കയറിയിരുന്നാലും അവരുടെ ആ ഒരു കിരീടമൊക്കെ പോയി അവർ ആ മണിമാളികയിൽ നിന്നിട്ട് പുറത്ത് അഗ്നിയാൽ എരിയപ്പെട്ടിട്ട് പൊട്ടിത്തെറിച്ച് ആ താഴേക്ക് നിലംപതിക്കുന്ന അതേ വേദനയോടെ ടവർ കാർഡ് അതാണ് പറയുന്നത്. അതേ വേദനയോടെ അതേ പ്രശ്നങ്ങളെല്ലാം അനുഭവിച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തതിൻ്റെ ഇരട്ടിയായിട്ട് അവർക്ക് യൂണിവേഴ്സ് ആ തകർച്ച കൃത്യമായിട്ട് കൊടുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ ജീവിതത്തിലേക്ക് അവർക്ക് വളരെയധികം കൺഫ്യൂഷൻസ് അവർക്ക് വരുന്നു. എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു കൺഫ്യൂഷൻ. അവരുടെ ലൈഫിലുള്ള കാര്യങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് അറിയാതെ അവർ വളരെ പകച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയിലൂടെ അവർ പോകാൻ പോകുന്നു അല്ലെങ്കിൽ പോകുന്നു. ചില വ്യക്തികളുടെയൊക്കെ ഇപ്പോൾ ആ സ്റ്റേജിലൂടെ ആയിരിക്കും കടന്നു പോകുന്നുണ്ടാവും. ചിലർ അടുത്ത് തന്നെ വളരെ വേഗത്തിൽ തന്നെ അത് സംഭവിക്കുമെന്നാണ് 8 of Wands പറയുന്നത്. മുൻകാലം പറയുന്നത് അവരൊരു ഇല്യൂഷനിൽ അകപ്പെട്ടിരിക്കുന്നു. അവർക്ക് യാഥാർത്ഥ്യവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് സാധിക്കുന്നില്ല. ആ ഒരു മിഥ്യാബോധത്തിലൂടെ അവർ ഉഴറി നടക്കുകയാണ്. ശരിയായ വഴി അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. മൂൺ കാർഡാണ് അത് പറയുന്നത്. മൂൺ കാർഡിൽ ശരിയായ ആ വഴി, അവർക്ക് കൃത്യമായിട്ടുള്ള വഴി ജീവിതത്തിൽ നഷ്ടപ്പെട്ടിട്ട് ഇരിക്കുന്നു. 8 of കപ്സും പറയുന്നത് അവരുടെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് ഒന്നും തിരിഞ്ഞു നോക്കാതെ വേറെ എവിടേക്കോ നിരാശയോടെ പോകുന്ന ഒരു വ്യക്തിയാണ് 8 of കപ്സ്. അങ്ങനെ അവർ ഇറങ്ങി പോവുകയാണ്. തിരിഞ്ഞു നോക്കാൻ സാധിക്കാതെ, അവരുടെ ജീവിതത്തിലുള്ള ഒന്നും നോക്കാനായിട്ട് അവർക്ക് സാധിക്കാതെ അവർ എവിടേക്കെങ്കിലും ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തുരുത്ത് തേടിയിട്ട് അവർ പോകുന്നു എന്നാണ് ആ ഒരു കാർഡും നമുക്ക് പറഞ്ഞു തരുന്നത്. ജഡ്ജ്മെൻറ്റ് ഞാൻ പറഞ്ഞില്ലേ, ജഡ്ജ്മെൻറ്റ് യൂണിവേഴ്സിൻ്റെ ജഡ്ജ്മെൻ്റാണ് അത്. അവർ ചെയ്ത കാര്യങ്ങൾക്കുള്ള എല്ലാം അവർക്ക് കൃത്യമായിട്ട് യൂണിവേഴ്സ് അതിനെ ഇരട്ടിയായിട്ട് നൽകാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതം നശിപ്പിച്ച, നിങ്ങളെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ച, നിങ്ങളെ ചതിക്കുകയെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഭിചാരം ചെയ്തതോ അല്ലെങ്കിൽ കണ്ണൊക്കെ അറിയാതെ പറ്റിപ്പോകുന്ന കണ്ണിനൊക്കെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ല. അതായത് ചില ആളുകളായതോ അല്ലെങ്കിൽ അവർക്കില്ലാത്തതോ നമുക്ക് ഉള്ളത് കാണുമ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ അവർ പോലും അറിയാതെ സംഭവിക്കും. അവർ പോലും അറിയാതെ സംഭവിച്ച കാര്യങ്ങൾക്ക് അവരൊരിക്കലും ശിക്ഷിക്കപ്പെടില്ല. പക്ഷേ ഈ കൂടോത്രം പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ ആഭിചാരമൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ അവർ പ്രവൃത്തിയാൽ നിങ്ങളുടെ കുടുംബമൊക്കെ തകർക്കാൻ വേണ്ടി, സന്തോഷകരമായി പോകുന്ന കുടുംബമൊക്കെ തകർക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രവൃത്തി അല്ലെങ്കിൽ അവരതിൽ ഇടപെട്ടിട്ട് തേർഡ് പാർട്ടി ആയിട്ട് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അവർക്ക് തിരിച്ചടിയാവാനായിട്ട് പോകുന്നു. വളരെ വേഗത്തിൽ തന്നെ ഇതെല്ലാം സംഭവിക്കുന്നതാണ് പറയുന്നത്. 8 of Wands അതാണ് പറയുന്നത്. 8 of Wands വേഗതയുടെ കാർഡാണ്. അത് വളരെ വേഗത്തിൽ തന്നെ അവരുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അവർക്ക് ഇനി ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും വരിക. സ്ട്രെസ്സും എല്ലാം അവർ ലൈഫിൽ അനുഭവിക്കാൻ പോകുന്നത് തന്നെയാണെന്നാണ് 9 of Swords. എഴുന്നേറ്റിരുന്ന് അവർ ഉറങ്ങാൻ പറ്റാതെ ആ സ്ട്രെസ്സിലൂടെ കടന്നു പോകേണ്ടതായിട്ടുള്ള സാഹചര്യം വരുന്നു തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ ജീവിതത്തിലെ സകല നഷ്ടങ്ങളും അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടിട്ട് അവർ നിരാശയായിട്ട് അവരെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിൽ നിങ്ങൾ എങ്ങനെയൊക്കെ നിന്ന് വേദനിച്ചിരുന്നോ അതിനേക്കാളൊക്കെ ഇരട്ടിയായിട്ട് അവർക്കത് അനുഭവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നാണ് പറയുന്നത്. അതാണ് 5 of Cups പറയുന്നത്. അവരെ പിന്നിലുള്ള അവരെ നിറഞ്ഞിരിക്കുന്ന കപ്പുകളൊന്നും കാണാൻ അവർക്ക് സാധിക്കാതെ അവർക്ക് നഷ്ടപ്പെട്ടത് ഓർത്തിട്ട് സമാധാനം എല്ലാം നഷ്ടപ്പെട്ടിട്ട് അവരിങ്ങനെ വേദനിച്ച് നിൽക്കും, നിരാശയോടെ വേദനിച്ച് നിൽക്കുന്നതാണ് പറയുന്നത്. അവർ ഒരു വലിയ ഒരു ഇതിൽ ട്രാപ്പിലകപ്പെട്ട മാതിരി അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങൾ വന്ന് കണ്ണും കൈയൊക്കെ കെട്ടപ്പെട്ട പോലെ ഉള്ള അവസ്ഥയിൽ അവർ നിൽക്കും. അവർക്ക് ഇറങ്ങാൻ കഴിയാതെ അവർ അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അവരുടെ ലൈഫിൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാതെ അവർ ചെയ്തതിൻ്റെ എല്ലാം പരിണത ഫലം അനുഭവിച്ചിട്ട് അവർ വേദനയോടെ നിൽക്കുന്നു എന്നാണ് പറയാൻ സാധിക്കുന്നത്. അവർക്ക് ഒരിക്കലും പുറത്ത് കടക്കാൻ കഴിയാത്ത വിധം അവർക്ക് ചുറ്റും ഒരു വാളുകൾ കൊണ്ടുള്ള ആ ഒരു മതിൽ തീർത്തിരിക്കുന്നു. ആ മതിൽ നിന്നിട്ട് പുറത്ത് കിടക്കാനായിട്ട് അവർക്ക് ഒരിക്കലും സാധിക്കാത്ത വിധം അവർ കെട്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ ജീവിതം ഇനി നരകതുല്യമായി പോകും എന്നുള്ളത് തന്നെയാണ് ഈ സ്പ്രെഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഒരു യൂണിവേഴ്സിൻ്റെ ഒരു കൃത്യമായ ഇടപെടലാണ്. യൂണിവേഴ്സ് നമ്മളൊക്കെ എപ്പോഴും കരുതും നമ്മൾക്ക് നന്നായി ജീവിക്കുന്നത് നമുക്ക് എന്തിനാണ് ഇത്രയും വേദന തരുന്നത്, നമ്മൾ സ്നേഹിക്കുന്നവർ നിന്നിട്ട് എന്തിന് ഇത്ര ക്രൂരത നമ്മൾ അനുഭവിക്കുന്നു എന്നൊക്കെ നമുക്ക് തോന്നും.
നമ്മളെ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ തന്നെ നമ്മളെ വളരെ ആത്മാർത്ഥമായിട്ട് നല്ല രീതിയിൽ പറ്റിക്കും. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ വൈകിയായിരിക്കും. അവരുടെ മുഖം മൂടി നമുക്ക് മുന്നിൽ വലിച്ചു ചീന്തപ്പെടുന്ന ഒരു സമയം ജീവിതത്തിൽ എപ്പോഴായാലും വരും. അവർ ചെയ്യുന്ന കർമ്മയുടെ അതിൻ്റെയൊക്കെ ആ ഒരു പരിണിത ഫലം അവർ തന്നെ അനുഭവിക്കുന്നതായിരിക്കും. നിഷ്കളങ്കരായ അല്ലെങ്കിൽ വളരെയധികം സ്നേഹിക്കുന്ന, ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ മുന്നോട്ട് പോകുന്ന ആ ഒരു സാധുജനങ്ങളെ ആരാണോ ദ്രോഹിക്കുന്നത് അവർക്ക് തിരിച്ചടി യൂണിവേഴ്സ് തന്നെ കൃത്യമായ സമയത്ത് നല്ല രീതിയിൽ കൊടുക്കും. മറ്റുള്ളവരെ വേദനിപ്പിച്ചതിനേക്കാൾ ഇരട്ടിയായിട്ട് നല്ല രീതിയിൽ നല്ലൊരു അടി തന്നെയായിട്ട് 8ന്റെ പണിയായിട്ട് യൂണിവേഴ്സ് അവർക്ക് തിരിച്ചു നൽകുന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഈ സ്പ്രെഡ് തന്നെ പറയുന്നത് അതാണ്. അപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചവരോട് നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല. യൂണിവേഴ്സ് തന്നെ നല്ല കൃത്യതയോടെ വളരെ നല്ല രീതിയിൽ ആ ചോദ്യങ്ങൾക്കുള്ള ചോദ്യങ്ങളും മറുപടിയും എല്ലാം യൂണിവേഴ്സ് തന്നെ കൃത്യമായിട്ട് നൽകി അവരെ അനുഗ്രഹിച്ചോളും. അവരെന്താണോ ചെയ്തത്, നിങ്ങളെ ഏതൊക്കെ രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ടോ അതിനേക്കാൾ കൂടുതൽ അവർ അനുഭവിക്കും. ആ യാഥാർത്ഥ്യം അവർ ചെയ്തു പോയ തെറ്റിനൊക്കെ ഓർത്തിട്ട് അവർ ഇനി വേദനിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. അവർ വേദന എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇനി അവർക്ക് മുന്നോട്ട് പോകാനേ സാധിക്കൂ. അവർ മനസ്സുകൊണ്ട് വളരെയധികം ക്ഷമ ചോദിക്കും നിങ്ങളോട്. മനസ്സുകൊണ്ട് ഒരിക്കലും നിങ്ങളിലേക്ക് വരാനോ നിങ്ങളോട് ക്ഷമ ചോദിക്കാനോ നിങ്ങളെ ദ്രോഹിച്ചവർക്ക് സാധിക്കില്ലെങ്കിലും മനസ്സുകൊണ്ട് അവർ ചെയ്തു പോയ ആ പാസ്റ്റിലെ ഓരോ കാര്യങ്ങളും അവർ ഓർത്തെടുക്കേണ്ട ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത്. അവരതെല്ലാം കൃത്യമായിട്ട് ഓർക്കും. ആ ഒരു സമയത്ത് അവരെല്ലാം ഓർത്തിട്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ ഒരു ചക്രശ്വാസം വലിക്കുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് തന്നെയായിരിക്കും. അപ്പോൾ നമ്മളായിട്ട് ആരെയും ഇപ്പോൾ എൻ്റെ റീഡിങ് കാണുന്ന ഒരു വ്യക്തികളും മറ്റുള്ളവർക്ക് ഒരു വേദനയാവാനോ ഒരു തേർഡ് പാർട്ടി ആവാനോ മറ്റുള്ളവർ സ്വസ്ഥമായ ഒരു ജീവിതത്തിൽ ഒരു തേർഡ് പാർട്ടി ആവാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൂടോത്രം ആഭിചാരമൊക്കെ പോലുള്ളത് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് അസൂയ തോന്നാനോ ഒന്നും നിൽക്കണ്ട. നമുക്ക് നമ്മുടെ ജീവിതം അത് വളരെ സുഗമമായിട്ട് സമാധാനത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാം. മറ്റുള്ളവർക്ക് അവരുടെ ജീവിതമുണ്ട്, അത് സന്തോഷമായിട്ട് ജീവിക്കട്ടെ, സമാധാനമായിട്ട് ജീവിക്കട്ടെ എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മൾ അങ്ങനെ മാത്രം മുന്നോട്ട് പോവുക. നമ്മൾക്ക് കുറേയൊക്കെ വേദന യൂണിവേഴ്സ് തരുന്നത് നമുക്ക് കുറേ പാഠങ്ങൾ പഠിക്കാനും നമ്മളെ ശക്തി ആർജിക്കാനും വേണ്ടി മാത്രമാണ്. നമ്മൾ യൂണിവേഴ്സിൽ നിന്നിട്ട് എന്തൊക്കെ അടി നമുക്ക് കിട്ടുന്നുണ്ടോ, നമുക്ക് വേദന എവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ടോ, നമ്മൾ വിശ്വസിച്ചവരിൽ നിന്നിട്ട് ചതി നേരിടുന്നുണ്ടോ, ഇതെല്ലാം നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുമ്പോൾ നമ്മൾ കൂടുതൽ ശക്തരാകുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നതും നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. കുറച്ച് നാൾ കഴിയുമ്പോൾ വേദനിക്കുമ്പോൾ നമ്മൾ ചോദിക്കും, നമുക്ക് എന്തിനു ഈ വിധി വന്നു ദൈവമേ, ഞാൻ ആർക്കെന്ത് ദ്രോഹം ചെയ്തിട്ടാണെന്ന് നമ്മൾ അറിയാതെ തന്നെ ചോദിച്ചു പോകുന്ന സാഹചര്യങ്ങളുണ്ടായിരിക്കാം. പക്ഷേ അതിൻ്റെ റിസൾട്ട് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് വരുന്നത് വളരെ കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. നമ്മൾ എന്തൊക്കെയോ പാഠം പഠിക്കാനായിട്ട് വേണ്ടി മാത്രമാണ് നമ്മുടെ ലൈഫിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളും വന്നത്. നമുക്ക് അവരെ മനസ്സിലാക്കാൻ, നമ്മൾക്ക് വേണ്ടാത്ത അല്ലെങ്കിൽ നമ്മൾക്ക് ഗുണം ചെയ്യാത്ത, നമ്മളെ ദ്രോഹിക്കുന്ന, നമ്മുടെ സന്തോഷങ്ങൾ ആഗ്രഹിക്കാത്ത, നമ്മളെ വേദനിപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന, നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് പിന്നിലൂടെ കുത്തുന്നവരെയൊക്കെ മനസ്സിലാക്കാനുള്ള സാഹചര്യമാണ് യൂണിവേഴ്സ് നമുക്ക് തന്നതെന്നും അതിൽ നിന്നിട്ട് നമ്മൾക്ക് എങ്ങനെ മൂവ് ഓൺ ചെയ്തിട്ട് മുന്നോട്ട് പോകാമെന്നും നമ്മുടെ ലൈഫ് എത്രത്തോളം സന്തോഷകരവും സമാധാനവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്നൊക്കെയുള്ള പാഠങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് യൂണിവേഴ്സ് ദ്രോഹം ചെയ്യുന്ന വ്യക്തികൾക്ക് യൂണിവേഴ്സ് കൃത്യമായിട്ട് അതിൻ്റെ ആ ഒരു നിങ്ങൾക്കുള്ള ആ നീതി നടപ്പാക്കും. യൂണിവേഴ്സ് കൃത്യമായിട്ട് അവർക്ക് ആ ഒരു ശിക്ഷ കൃത്യമായിട്ട് തന്നെ വളരെ നല്ല രീതിയിൽ വേഗത്തിൽ കൊടുക്കുന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ റീഡിങ് കാണുന്ന എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. അത് മറ്റുള്ളവർക്ക് ശിക്ഷ കിട്ടുന്നതിലുള്ള ഹാപ്പിയല്ല, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ, നിങ്ങൾ ദ്രോഹിച്ചവരെ മനസ്സിലാക്കുമ്പോൾ, നിങ്ങൾ ആ പാഠം മനസ്സിലാക്കുമ്പോൾ, നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തി ലഭിക്കുമ്പോൾ യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞിട്ട് വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ജീവിക്കുക, സന്തോഷമായിട്ട് ജീവിക്കുക. എല്ലാ സമൃദ്ധിയും